നമസ്കാരം. നമ്മൾ പലപ്പോഴും ശിവനെ ഒരു രൂപമായി ആരാധിക്കാറുണ്ട്. കയ്യിൽ തൃശൂലവും ദേഹത്ത് ഭസ്മവും അണിഞ്ഞ വൈരാഗിയായ രൂപം. എന്നാൽ ശിവൻ എന്നത് വെറുമൊരു രൂപമാണ്. അതൊരു ഊർജമാണ്. ശിവ എന്ന വാക്കിന്റെ അർത്ഥം ഇല്ലാത്തത് എന്നാണ്. ശൂന്യതയിൽ നിന്ന് വന്ന് ശൂന്യതയിലേക്ക് മടങ്ങുന്നതാണ് ശിവം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൈരാഗിയായ ശിവനെ കുറിച്ചും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശിവതത്വത്തെ എങ്ങനെ ഉണർത്താം എന്നതിനെ കുറിച്ചുമാണ്. ശിവനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് വൈരാഗി എന്നാണ്. എന്താണ് ഈ വൈരാഗ്യം? വൈരാഗ്യം എന്നാൽ വിരക്തിയാണ്. പക്ഷേ അത് ജീവിതത്തോടെ വെറുപ്പല്ല, മറിച്ച് ബാഹ്യമായ മോഹങ്ങളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും മാറി നിന്ന് സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്ന അവസ്ഥയാണ്. ആഗ്രഹങ്ങൾക്കും വികാരങ്ങൾക്കും അടിമപ്പെടാതെ മനസ്സിനെ ശാന്തമാക്കി നിർത്തുന്ന അവസ്ഥ. ശ്മശാനത്തിൽ വസിക്കുന്ന ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ചാണ്. എല്ലാം അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് ആത്മാവ് മാത്രമാണെന്ന് വലിയ സത്യം. ശിവൻ എന്നാൽ പ്രപഞ്ചത്തിന്റെ ബോധമാണ്, അഥവാ കോസ്മിക് കോൺഷ്യസ്നസ്. വിനാശത്തിന്റെ ദേവനായ ശിവനെ കാണുമ്പോൾ അത് തിന്മയുടെ വിനാശമല്ല, മറിച്ച് അനാവശ്യമായ ചിന്തകളുടെയും അഹങ്കാരത്തിന്റെ വിനാശമാണ്. നമ്മളിലെ അന്ധകാരത്തെ നീക്കി വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആ ഊർജമാണ് ശിവൻ. യോഗാചാര്യന്മാർ പറയുന്നത് പോലെ ശിവൻ ആദ്യത്തെ യോഗിയാണ്, ആദിയോഗി. തന്റെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ചവൻ. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം നിങ്ങളിലും എന്നിലും അടങ്ങിയിട്ടുണ്ട്. ഓം നമഃ ശിവായ എന്ന മന്ത്രം കേവലം ഒരു ജപമല്ല, അത് 5 മൂലകങ്ങളെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്.